ആരാണ് ഇന്ന് ഔട്ടാകുന്നത്? ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ നടന്നോ? 2 പ്രൊമോകൾ വന്നിരിക്കുകയാണ്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്ത്? അനീഷിന്റെയും അനുവിന്റെയും പ്രണയാഭ്യർത്ഥന ചോദ്യം ചെയ്ത് ലാലേട്ടൻ. എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 91 പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഇന്നലെ രാത്രി വന്ന പ്രൊമോയെ കുറിച്ച് പരിശോധിക്കാം. ഇന്നലെ രാത്രി പുറത്തു വന്ന പ്രൊമോയിൽ ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ വരുന്നു, എന്നിട്ട് പറയുന്നു ആരാണ് ഫൈനലിൽ എത്തുന്നത് എന്നറിയാൻ നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ടെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ മത്സരാർത്ഥികൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആരൊക്കെയാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നൂറെ ഒഴികെ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ആരൊക്കെ? അനീഷ്, അനു, ഷാനവാസ്, അതുപോലെ തന്നെ ആദില, സാബു, അക്ബർ, നെമി, ഇത്രയും പേര് എഴുന്നേറ്റ് നിൽക്കുന്നു. നൂറ മാത്രം ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നീട് ലാലേട്ടൻ പറയുന്നു ഒരു ക്ലൂ തരാം, അയാൾക്ക് വേണമെങ്കിൽ പോകാം എന്ന് പറയുന്നുണ്ട്. ഇത്ര മാത്രമാണ് പറയുന്നത്. പിന്നീട് മത്സരാർത്ഥികൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. വേറെ ഒന്നും തന്നെ ആ പ്രൊമോനകത്തില്ല. ഒരു ഹിന്റ് പോലെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഒരു എവിക്ഷൻ്റെ ക്ലൂ ആയിരിക്കാം കൊടുക്കുന്നത്. ഒരു എവിക്ഷൻ്റെ ക്ലൂ ആയിരിക്കാം. അതായത് ഇതിൽ നിന്ന് ലാലേട്ടൻ പറയുന്നുണ്ടല്ലോ, അതായത് ഒരു ക്ലൂ തരാം, അയാൾക്ക് വേണമെങ്കിൽ പോകാമെന്ന്. ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത് എവിക്ഷൻ്റെ ക്ലൂ ആയിരിക്കാം. അങ്ങനെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. അങ്ങനെ ആയിരിക്കാം കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് ആയിരിക്കാം എന്ന് തോന്നുന്നു. ഇത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ. വേറെ ഒന്നും തന്നെ എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും എപ്പിസോഡ് വരട്ടെ, നമുക്ക് അപ്പോൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി രണ്ടാമത് പുറത്തു വന്ന പ്രൊമോയാണ് നല്ല രസകരമായിട്ടുള്ളൊരു പ്രൊമോയായിട്ട് തോന്നിയത്. രണ്ടാമത് പുറത്തു വന്ന പ്രൊമോയിൽ പ്രകാരമാണുള്ളത് നമ്മുടെ അനീഷിൻ്റെയും അനുവിൻ്റെയും പ്രണയ അഭ്യർത്ഥന ചോദ്യം ചെയ്യുകയാണ് ലാലേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ വരുന്നു, എന്നിട്ട് പറയുന്നു എങ്കിലേ എന്നോട് പറ. അപ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും പറയുന്നുണ്ട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് മത്സരാർത്ഥികൾ എല്ലാവരും. അപ്പോൾ അനു ചിരിക്കുന്നുണ്ട്, അനീഷ് ചിരിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് ചിരിക്കലടാ കള്ള എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് അതിൽ എഴുന്നേറ്റ് നിന്ന് കാണിക്കുന്നത്. അപ്പോൾ പിന്നീട് ലാലേട്ടൻ അനീഷിനോടാണ് ചോദിക്കുന്നത്, അനീഷ് പ്രണയമണം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഫീൽ തോന്നി അപ്പോൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു എന്ന് പറഞ്ഞിട്ട് ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ ഞെട്ടി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അനു അവിടെ നിന്ന് ചിരിക്കുന്നു. അതുപോലെ തന്നെ ആദിൽ എഴുന്നേറ്റുന്നുണ്ട്, അപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദിലും പൊട്ടിച്ചിരിക്കുന്നത് കാണിക്കുന്നത്. പിന്നെ മറ്റുള്ളവരൊക്കെ കൈയടിച്ച് ഇങ്ങനെ ചിരിച്ച് കൈയോട്ടുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ അക്ബർ, സാവുമാരൊക്കെ ചിരിച്ച് കൈയോട്ടുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അനുമോളെ വിളിക്കുന്നുണ്ട്, അനുമോൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട് എന്താ ലാലേട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം അനുമോൾ. അപ്പോൾ അനു പറയുന്നുണ്ട് നല്ല വിശേഷം ലാലേട്ടൻ പറയുമ്പോൾ ലാലേട്ടൻ ചിരിക്കുന്നു. അപ്പോൾ പ്രേക്ഷകരും ചിരിക്കുന്നുണ്ട്, കൈ ഓട്ടുന്നുണ്ട്. അപ്പോൾ അനു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് വർഷത്തിന് ശേഷം മുഖത്ത് നോക്കി ഒരാൾ ഇങ്ങനെ പറയുന്നത്, അതായത് ഒരാൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചിരിക്കുന്നു. അപ്പോൾ അനീഷ് ചിരിക്കുമ്പോൾ ഷാനവാസ് അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നീട് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു ചിരിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രൊമോനകത്തുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെയും അനുവിൻ്റെയും പ്രണയ അഭ്യർത്ഥന കയ്യോടെ പൊക്കി എന്ന് വേണമെങ്കിൽ പറയാം. കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. 2 പേരും ചമ്മി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിനകത്തൊരു ചമ്മൽ, ഇതെല്ലാവരും കണ്ടല്ലോ എന്നുള്ള ഒരു ചമ്മൽ ഇപ്പോഴും 2 പേരുടെ മുഖത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ പ്രൊമോനകത്ത് എനിക്ക് മനസ്സിലായത്. ഇനി ആരാണ് ഇന്ന് എവിക്റ്റ് ആകാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നോ എവിക്ഷൻ ഡേ ആണെന്നാണ് അറിഞ്ഞത്. അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി എപ്പിസോഡ് വരട്ടെ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 2 പ്രൊമോ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.